Good morning, all. Good morning. Morning, ma'am. Good morning, ma'am. Good morning, ma'am. എല്ലാവരും Good morning, ജോയിൻ ma'am. ആയോ? നിങ്ങൾ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അറിയാമോ ആർക്കെങ്കിലോ? ഓ കുറെ ആൾക്കാരുണ്ടല്ലോ. എല്ലാവരും നമ്മൾ എടുത്തേക്കണ പോർഷൻസ് ഒന്ന് നോക്കിയേ. മിസ് ഏതാ ചാപ്റ്റർ? അതാരത്? ഋഷാന. രണ്ട് ക്ലാസ് മിസ് ആയി പോയി. ഞാൻ എടുക്കണ ഏത് പോർഷനാ? എന്റെ ക്ലാസ് കയറിയിട്ടില്ല ഇതിക്ക് മുമ്പ്. Pharmacy. ആ ഓക്കെ. ഹെഡ് ഓഫ് ദ ഫാർമസിസ്റ്റ് ആരാ? ഫാർമസിയിലെ ഹെഡ് ആരാ? സോറി, ഡയറക്ടർ. ഡയറക്ടർ. ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയില് എത്ര ഡ്രഗ്സിന്റെ ഡ്രഗ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും? നമ്പർ ഓഫ് ഡ്രഗ്സ് 250 to 300. ഓക്കെ. വിച്ച് ടൈപ്പ് ഏത് മെഡിസിൻ ആണ് നമ്മൾ കോൾഡ് സ്റ്റോറേജ് സ്റ്റോർ ചെയ്യണത്? കോൾഡ് സ്റ്റോറേജ് റൂമില് ഏതെങ്കിലും ഒരെണ്ണം എക്സാമ്പിൾ പറഞ്ഞേ. ഈ കരൾ സംബന്ധമായ അസുഖത്തിനുള്ള ലിവർ വാക്സിൻ. Vaccine. വൈറ്റമിൻസ്. ഏതൊക്കെ ടൈപ്പ് മെഡിസിൻസ് ആണ് നമ്മ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നത്? എത്ര ടൈപ്സ് ഉണ്ട്? 4. ഏതൊക്കെയാണ്? General drugs, narcotic drugs, Narcotic drugs, inflammable, inflammable drugs, cold cold storage. cold storage. Okay.
നെക്സ്റ്റ് എടുക്കാറാം. നെക്സ്റ്റ് മെഡിക്കേഷൻ പ്രൊസീജിയർ. എങ്ങനെയാണ് നമ്മുടെ പേഷ്യൻസിന് മെഡിക്കേഷൻ അതായത് മരുന്നുകൾ കൊടുക്കുന്നതെന്ന്. ഇപ്പൊ ഒരാൾ അഡ്മിറ്റ് ആക്കി, ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, അവർക്ക് അവരെ വാർഡിലോ അതല്ലെങ്കിൽ റൂമിലാണ് അഡ്മിറ്റ് ആക്കിയേക്കണത്. അവർക്ക് എങ്ങനെയായിരിക്കും ഒരു ഹോസ്പിറ്റലില് മരുന്നുകൾ കൊടുക്കുന്നത്? ജസ്റ്റ് ആ പ്രൊസീജിയേഴ്സ് ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പറയാമോ ആർക്കെങ്കിലോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. കാര്യം ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടൊന്നുമില്ലേ? പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിൽ കൊടുക്കും. ക്ലിയർ ആയില്ല. അഞ്ചെത്തിന് പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു, പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഫാർമസിയിൽ കൊടുക്കും. ഫാർമസിസ്റ്റ് അത് നോക്കും. അവരുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോറേജും കാര്യങ്ങളും നോക്കിയിട്ട് അതാത് കബേർഡുകളിൽ പോയിട്ട് എടുക്കും, ബില്ലിടും. ഗുഡ് മോർണിംഗ്. അതിനുശേഷം ഡിസ്പെൻസ് ചെയ്യും. ഓക്കെ. ആദ്യം ഡോക്ടർ വന്ന് വാർഡിലാണെങ്കിലും റൂമിലാണെങ്കിലും പേഷ്യന്റിന് വന്ന് എന്ത് ചെയ്യും? ഡോക്ടർ വന്ന് നോക്കും ഇല്ലേ? അതിനുശേഷം ഡോക്ടർ ആ രോഗിയുടെ ഡിസീസിനെ, ആ രോഗിക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ രോഗിക്ക് വേണ്ട മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും അല്ലേ? ഡോക്ടർ മരുന്നിന്റെ കേസ് ചാർട്ടില് ആ മരുന്നിന്റെ ആ രോഗിക്ക് ഏതൊക്കെ മരുന്നുകളാണോ ആവശ്യം ആ മരുന്നുകള് എഴുതി കൊടുത്തതിന് ശേഷം നഴ്സ് എന്ത് ചെയ്യും? ആ മരുന്ന് അവരുടെ ആ ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്, അത് കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും? ഈ മരുന്നുകള് അവർ കയറ്റും. അത് എന്ത് ചെയ്യും? നമ്മുടെ ഫാർമസിയില് രോഗിയുടെ പ്രിസ്ക്രിപ്ഷൻ ചാർജ് ചെല്ലുമ്പോ ഫാർമസിസ്റ്റ് അത് നോക്കിയതിനു ശേഷം അവരെന്ത് ചെയ്യും? ആ രോഗിക്ക് ആവശ്യമായ മരുന്നുകള് സ്റ്റോറിൽ നിന്ന് എടുക്കും. മെഡിക്കൽ സ്റ്റോർ അവരുടെ ഫാർമസിയിൽ നിന്ന് എടുത്ത് കാണിട്ട് അതെന്ത് ചെയ്യും? ഒരു ബോക്സിലോ അതല്ലെങ്കിൽ ഒരു വണ്ടിയിലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ പേഷ്യന്റ് അഡ്മിറ്റ് ആക്കിയ പേഷ്യന്റിന്റെ അടുത്ത് വരുന്നത്? ഒരു വണ്ടിയിൽ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നഴ്സുമാർ ഒരു വണ്ടിയില് ഓരോ പേഷ്യന്റിന്റെ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് ഓരോ ഫയലും ഓരോ ഒരു ബോക്സ് ഒക്കെ ആക്കി തിരിച്ചു കാണിട്ട് ആ പേഷ്യന്റിന് ഓരോ നേരം കൊടുക്കാനുള്ള മരുന്നുകൾ ഇട്ട് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് നമുക്ക് ഓരോ സെക്ഷനിലും ഓരോ ഫ്ലോറിലും ഏതായിരിക്കും ഡ്യൂട്ടീസ്? ഓരോ നഴ്സുമാർക്കല്ലേ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു 4 നഴ്സിനോട് കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിൽ വേറെ നഴ്സുമാരായിരിക്കും ഡ്യൂട്ടീസ് അല്ലേ? അതെ അതെ. അപ്പൊ ആ ഫ്ലോറിൽ ഏത് നഴ്സാണോ ഡ്യൂട്ടിയിലുള്ളത് ആ നഴ്സുമാര് കൊണ്ടുവന്ന് ഈ രോഗിക്ക് കൊടുക്കും. അതിനെ കുറിച്ചുള്ള ഇപ്പൊ ഈ മരുന്ന് ഇന്ന ടൈമിൽ കൊടുക്കണം, ഇന്ന അസുഖത്തിനാണ്. ചില നല്ല സിസ്റ്റർമാരാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരില്ലേ, ഇത് ഇന്നതിനാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് തരുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. Doctors write the prescription. The nurses transcribe the prescription by electronic machine onto the HIS. HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസ് നഴ്സ് എന്ത് ചെയ്യും? അവരുടെ ഇലക്ട്രോണിക് മെഷീൻ, അതായത് അവരുടെ ഇലക്ട്രോണിക് മെഷീൻ, അതായത് കമ്പ്യൂട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും കൂടി അവരുടെ ആ ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തു അതിലേക്ക് ചേർക്കും. ഓക്കെ, ക്ലിയർ ആയിട്ട്? ക്ലിയർ. At the pharmacy department, administration staff by using electronic machine, nurses electronic request for the medicines onto a printed medication order sheet. ഫാർമസി ഡിപ്പാർട്ട്മെന്റിന് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനോ അങ്ങനെ ആരെങ്കിലും ആ രോഗിക്ക് കൊടുത്തിരിക്കുന്ന മെഡിക്കേഷൻ മരുന്നിന്റെ ചീട്ട് എന്ത് ചെയ്യും? പ്രിന്റഡ് മെഡിക്കേഷൻ ചാർട്ട് കൊടുക്കും. അതാണ് നമ്മൾ പറഞ്ഞത് പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് ഇല്ലേ? ഒരു രോഗിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ആ രോഗിയുടെ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് എവിടെ എത്തും?
ഫാർമസിയിലെത്തില്ലേ? ഇല്ലേ? പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് കണ്ടിട്ടല്ലേ നമുക്ക് ഫാർമസിസ്റ്റുകൾ മരുന്നുകൾ തരുന്നത്. അതെ. Next, dispensers physically obtain median time the shelves to the dispensing table as per the printed medication order. എന്താണ് ഫാർമസിയിലെ എയ്ഡ് പരിശോധിച്ചതിന് ശേഷം എല്ലാ മരുന്നുകളും എന്ത് ചെയ്യും? മരുന്നുകളാ ആ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന മരുന്നുകള് എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവര് മരുന്നിന്റെ ഓർഡറിൽ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിൽ എന്ത് ചെയ്യും? സൈൻ ചെയ്യും. Then medicines should be kept in a small medication cart along with the printed medication order sheet. എന്താണ് ഈ രോഗിയുടെ പ്രിന്റഡ് മെഡിക്കേഷൻ ഇപ്പൊ പ്രിന്റ് എടുത്തേക്കണം പ്രിസ്ക്രിപ്ഷൻ ചീട്ടിന്റെ ഒപ്പം ആ രോഗിക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ ഒരു വണ്ടിയിലോ അതല്ലെങ്കിൽ വല്ല കണ്ടിട്ടില്ല ഒരു ബോക്സ് പോലെ അതിൽ മരുന്നും ചാർട്ടൊക്കെ വെച്ച് കൊണ്ടുവരുന്നത് ഇല്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ വല്ല വണ്ടിയിലായിരിക്കും അതല്ലെങ്കിൽ വല്ല ബോക്സിലാക്കി കാണിട്ട്. Then medicines should be kept in a small medication. Pharmacist cross check the medication. Pharmacist എന്ത് ചെയ്യും? ഈ മെഡിസിൻസ് എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. എല്ലാ മെഡിസിൻസ് ഉണ്ടോ എന്ന് ആ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടില് കൊടുത്തിരിക്കുന്ന എല്ലാ മെഡിസിൻസും എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന്. After verifying proper dispensing, pharmacy aid bag all the medication into bag and stick to the medication order along with it. എന്താണ് ഈ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാ മരുന്നുകളും ഇനി ഒരു ബാഗിലേക്ക് ടാഗ് ചെയ്യും. അല്ലെങ്കിൽ അവര് ഓരോ സെക്ഷൻ ആക്കി ഓരോ പേഷ്യന്റിനെ സെക്ഷൻ ആക്കി തിരിച്ചു വെക്കും. Labeling is also done if necessary. ആവശ്യമെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അത് ലാബലും ചെയ്യാം. നെസസറി ആവശ്യമെങ്കിൽ മാത്രം. Submit the medication patient wise to the nurse accountable in the floor. ഓരോ ഫ്ലോറിലും ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ ഏത് നഴ്സിനാണോ ചാർജ് ഏത് നഴ്സിനാണോ ആ നഴ്സ് ആ ഫ്ലോറിലെ പേഷ്യൻസിന് എന്ത് ചെയ്യും? മരുന്നുകൾ കൊടുക്കുന്നു. The nurses receive medicines from pharmacy aid and check the quantity according to the requirement. നഴ്സുമാരെന്ത് ചെയ്യും? ഫാർമസിയുടെ അവിടെയുള്ള ആരായിരിക്കും? ഫാർമസിയുടെ സഹായിയായിരിക്കും. ആരായിരിക്കും? ഫാർമസിസ്റ്റ്. അവരിൽ നിന്ന് ആ മരുന്നുകള് അതിന്റെ അളവനുസരിച്ച് അതല്ലെങ്കിൽ അതിന്റെ ഡോസ് അനുസരിച്ചുണ്ടോന്ന് ഈ ഫ്ലോറിലെ നഴ്സുമാരത് ചെക്ക് ചെയ്യും, റിസീവ് ചെയ്യും. നോക്കിങ്ങാണ്ട് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഗിവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മരുന്നുകള് പേഷ്യന്റിന് കൊടുക്കും. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റൻഡ് ഫോർ പേഷ്യന്റ് ഇൻ HIS. എന്താണ് നഴ്സുമാര് കൊണ്ടുവന്ന് വെറുതെ പേഷ്യന്റിന് കൊടുക്കോ? ഒരു പേഷ്യന്റിന് നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കോ? ഇല്ല. എന്ത് ചെയ്യും? ഈ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിലും ഈ പേഷ്യന്റിന്റെ ഇന്റന്റ് ചെക്ക് ചെയ്യും ഇല്ലേ? എങ്ങനെയാണ്? പേഷ്യന്റിന്റെ ID നമ്പർ. ഓരോ പേഷ്യന്റിനെയും അഡ്മിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ID നമ്പർ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ടാഗ് ഒക്കെ തരൂലേ? അപ്പൊ അതിൽ നമുക്ക് ഉണ്ടാവില്ലേ ഒരു ID നമ്പർ? ഉണ്ടാവും. അതേപോലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് ഉണ്ടാവും ഒരു ID നമ്പർ. ആ ID നമ്പർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ പേഷ്യന്റ് ബെഡ് നമ്പർ. ഓരോ ബെഡിന്റെ ഇപ്പൊ വാർഡിലാണെങ്കിൽ ബെഡ് നമ്പർ ആയിരിക്കും, റൂമിലാണെങ്കിൽ റൂം നമ്പർ ആയിരിക്കും. അത് ചെക്ക് ചെയ്യാം. പേഷ്യന്റ് നെയിം, പേര് നോക്കാം. ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം ഫോർ
റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന മരുന്നിന്റെ ഡോസ് ആൻഡ് ഡോസേജ്. ഡോസ് എന്ന് പറഞ്ഞാല് എത്ര, ഇപ്പൊ 2 നേരമാണോ 1 നേരമാണോ ആ മരുന്ന് കൊടുക്കേണ്ടത് അത് നോക്കാം. ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 10 ദിവസം പറഞ്ഞില്ലേക്കാം, എന്താണ് പാരസെറ്റമോൾ തന്നെ 500 ഉണ്ട്, 650 ഉണ്ട്. അത് 2 ഡോസേജ് അല്ലേ. പനി കൂടുതലാവുമ്പോഴാണ് നമ്മൾ 650 കഴിക്കുക. അങ്ങനെ ഡോസേജ് ചെക്ക് ചെയ്യുക, ഡോസും ഡോസേജും ചെക്ക് ചെയ്യുക. സ്റ്റോറിംഗ് അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. ഇപ്പൊ നമുക്ക് ചിലർക്ക് എന്താണ് ഈ അഡ്മിറ്റ് ആക്കിയേക്കുന്ന പേഷ്യന്റിന് 2 മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് സിസ്റ്റർമാര് പറയില്ലേ ഇത് രാവിലെ കഴിക്കും, മറ്റേത് രാത്രി കഴിക്കണം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് മരുന്ന് കൊടുക്കും. ചിലപ്പോ അവര് രാത്രി വന്ന് പറയും ഇല്ലേ ഈ ആ മരുന്ന് കഴിക്കിട്ടാന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയും ഇല്ലേ. കണ്ടിട്ടുണ്ട് അതൊക്കെ? കണ്ടിട്ടുണ്ട്. അതേപോലെ അഡ്വാൻസ് ആയിട്ട് പേഷ്യന്റിന് മരുന്നുകൾ കൊടുക്കുക. ഒന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് മേടിപ്പിക്കും, ഈ മരുന്നൊക്കെ മേടിച്ചു വെച്ചോ ഞങ്ങൾ വന്ന് പറഞ്ഞു തരാന്ന് പറയും സിസ്റ്റർമാര്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഓരോ ടൈമിൽ ഇപ്പൊ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക വന്നിങ്ങാണ്ടിട്ട് നമ്മുടെ മരുന്ന് മേടിച്ചിങ്ങാണ്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചാർട്ടി നോക്കിക്കാണ്ട് ഏതൊക്കെ മരുന്നാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിങ്ങാട്ട് എടുത്തൊക്കെ തരും ഇല്ലേ. ഇല്ലേ? ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ, ലാസ്റ്റ് എന്ത് ചെയ്യും, അവര് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം ആ പേപ്പർ റിസീവ് ചെയ്യും. ഇന്ത്യന്റെ ഈ പേഷ്യന്റിന്റെ ഇന്ത്യൻ ഷീറ്റ് റിസീവ് ചെയ്യും. വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് പഠിക്കണമെന്നില്ല, നിങ്ങൾ പ്രൊസീജിയേഴ്സ് ഒന്നും മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ മതി. HIS എന്നുള്ളതിന്റെ ഫുൾ ഫോം ഉണ്ടോ? HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. വായിച്ചു നോക്കിയൊന്ന്. മേഡം ഞാനിപ്പോ കേറിയതേ ഉള്ളേ, ഞങ്ങക്ക് കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പഴാ വന്നത്. ഓക്കെ ഓക്കെ. അത് ഇപ്പൊ ഞാൻ എടുത്തേക്കണത് മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദി ക്യാബിനറ്റ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുന്ന ഇൻപേഷ്യന്റ്, അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ രോഗികൾക്ക് എങ്ങനെയാണ് മരുന്നുകൾ കൊടുക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഔട്ട് പേഷ്യന്റിന്റെ പറഞ്ഞ ഫാർമസിയിൽ പോയി കണ്ട് മരുന്നുകൾ മേടിക്കുന്നു. ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ ശരിയായ സ്പേസ് ഉണ്ടായിരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ കഴിഞ്ഞ ദിവസം മേടിച്ചില്ലേ. ഇനി അടുത്തത് IPDയിലെ പേഷ്യന്റ്. ഒന്ന് വായിച്ചു നോക്കിയത് ഒന്ന്. Doctor write the prescription. The nurse transfer the prescription by electronic machine onto the KISS. എന്താണ് ഡോക്ടർ എഴുതി തരും. ആദ്യം തന്നെ ഡോക്ടർ പേഷ്യന്റിനെ ചെക്ക് ചെയ്തതിനു ശേഷം മരുന്നുകൾ എഴുതി തരും. ആ മരുന്നുകള് കേസ് ചാർട്ടിന്ന്, അതല്ല പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിന്ന് ആ നേഴ്സ് എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കും, അതായത് അതിലേക്ക് അടിച്ചു കൊടുക്കും. Under pharmacy department, administration staff by using electronic machine, nurses electronic request for the medicine on to a printed medication order sheet. എന്തെയും ഫാർമസിയിലെ ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഈ നേഴ്സ് കൊടുത്തിരിക്കുന്ന മെഡിസിൻസിന്റെ ചീട്ട്, പ്രിസ്ക്രിപ്ഷൻ ചീട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് ഫാർമസിയിലേക്ക് കൊടുക്കും. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ ഫ്രം ദി ഷെൽഫ്. ഈ മീഡിയം ടൈം ഒന്നും എടുത്തിട്ടില്ലേ, കണ്ടോ മൂന്നാമത്തെ പോയിന്റില്?
കണ്ടിരുന്നോ? യെസ് കണ്ടു. അത് മീഡിയം ടൈം അല്ല, മെഡിക്കേഷൻ ഫ്രം. Dispensers physically obtain medication from the shelf to the dispensing table as per the printed medication order. എന്ത് ചെയ്യും? ഈ ഡിസ്പെൻസിങ് ഏരിയയിലുള്ള, അതായത് ഫാർമസി സ്റ്റോറിലുള്ള ഫാർമസിസ്റ്റുകള് ഈ പ്രിന്റഡ് ഷീറ്റ് നോക്കിയതിന് ശേഷം അതിൽ എഴുതിയിരിക്കുന്ന മരുന്നുകളെടുത്ത് ആ ഡിസ്പെൻസിങ് ടേബിളുമ്പോൾ വെക്കും. The medicine should be kept in a small medication cart along with the printed medication order sheet. എന്ത് ചെയ്യും? ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ചാർട്ടിനൊപ്പം ഷീറ്റിനൊപ്പം ഈ എടുത്തു വെച്ചിരിക്കുന്ന മരുന്നുകള് ഒന്നില്ലെങ്കിൽ ഒരു കാർട്ടിലാക്കി, ഒരു വണ്ടിയിലാക്കിയോ അതല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയോ എടുത്തു വെക്കും. ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. എന്ത് ചെയ്യും? അവിടെ ഇരിക്കുന്ന മെയിൻ ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. ഈ പ്രിസ്ക്രിപ്ഷൻ ചാർട്ടിൽ എഴുതിയിരിക്കുന്ന മെഡിസിൻസ് തന്നെയാണോ സ്റ്റോറിലെ ഫാർമസിസ്റ്റുകൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും. After verifying proper dispensing, pharmacy aid bag all the medication into a bag and sticks to the medication order along with it. എന്താണ്? ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? ഓരോ പേഷ്യന്റിന്റെ പേര് എഴുതിങ്ങാണ്ട് ഓരോ ബാഗ് പോലെ ഉണ്ടാവും. അപ്പൊ ഈ മരുന്നുകള് ആ ബാഗിലേക്ക് എടുത്ത് വെക്കും. ലാബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക? ഈ മരുന്നുകള് ലേബലും കൂടി ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഇതാണ് ഫാർമസിയിൽ വേണ്ടതെന്ന് വെച്ചപ്പോ ലേബലിംഗ് ഏരിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായി, ഓർമ്മയുണ്ടോ? പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ. അതെ, ആവശ്യമെങ്കിൽ ഈ മെഡിസിൻസ് ആവശ്യമെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? ലേബല് ചെയ്യും. Submits the medication patient buys to the nurses accountable in their floor. എന്താണ്? ഓരോ ഫ്ലോറിലുള്ള നഴ്സുമാർക്ക്, ഓരോ ഫ്ലോറിൽ എന്തായിരിക്കും? ഓരോ നഴ്സുമാർക്കായിരിക്കും ഡ്യൂട്ടി കൊടുക്കുന്നത്. ആ നഴ്സുമാർക്ക് അവരെന്ത് ചെയ്യും? ഈ മെഡിസിൻസ് കൈമാറും. The nurses receive medicines from the pharmacy aid and check the quantity according to the requirement. ഈ ഫാർമസിന്ന് ഈ മരുന്ന് ഈ ഫ്ലോറിലുള്ള നഴ്സുമാര് വാങ്ങിയതിനു ശേഷം എന്ത് ചെയ്യും? അവര് ചെക്ക് ചെയ്യും ശരിക്കും ഉണ്ടോ. ഇപ്പം ആദ്യം തന്നെ ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്ത്, അതുകൂടാണ്ട് നഴ്സുമാരും ചെക്ക് ചെയ്യും ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ടിൽ എഴുതിയിരിക്കുന്ന എല്ലാ മെഡിസിൻസും അവിടെ ഫാർമസിന്ന് കിട്ടിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യും. ഗിവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ നേഴ്സ് ആ മരുന്ന് കൊണ്ടുവന്ന് പേഷ്യന്റിന് കൊടുക്കും. പേഷ്യന്റിന് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? നേരിട്ട് കൊണ്ടുവന്ന് ഓരോ പേഷ്യന്റിന് കൊടുക്കുമോ? ആ നഴ്സുമാർ ഒന്നുകൂടി ഉറപ്പുവരുത്തും ആ പേഷ്യന്റിന്റെ ID നമ്പർ ഒന്ന് തന്നെയാണോ, ബെഡ് നമ്പർ ഒന്നാണോ, പേഷ്യന്റിനെയും ചോദിക്കാം. കൂടാതെ ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം ദ റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ. പ്രിസ്ക്രിപ്ഷൻ ചീർട്ടിൽ എഴുതിയിരിക്കുന്ന ഡോസും ഡോസേജ് എത്രയാണ് അതനുസരിച്ചായിരിക്കും മരുന്ന് കൊടുക്കുന്നത്. സ്റ്റോറിംഗ് അഡ്വാൻസ് മെഡിസിൻസ് ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. മരുന്ന് അഡ്വാൻസ് ആയിട്ട് ആ പേഷ്യന്റിന് കൊടുക്കേണ്ടത് ഉണ്ടെങ്കിൽ അവര് ആ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ, അതായത് അവരുടെ ടേബിളിലേക്ക് മരുന്നുകളും കൊടുക്കും. ലാസ്റ്റ് ഇന്ത്യൻ റിസീപ്റ്റ് പേപ്പർ. ലാസ്റ്റ് എന്ത് ചെയ്യും? അവര് ആ ഇന്ത്യൻ ഷീറ്റ് മേടിക്കും. കറക്റ്റ് ആയോ? അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ഫാർമസിയിലെ ആരെങ്കിലും അഡ്മിറ്റ് ആക്കാതൊന്നും ഇരിക്കില്ലല്ലോ. അപ്പൊ കിട്ടിയിരിക്കുന്ന മരുന്ന് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടണേ? ഡോക്ടർ ഓരോ ദിവസം റൗണ്ട്സിന് വരുമ്പോ എന്ത് ചെയ്യും? ആ പേഷ്യന്റിന് ചെക്ക് ചെയ്യില്ലേ? റൗണ്ട്സിന് വന്നിട്ട് ആദ്യം ആ പേഷ്യന്റിന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ നഴ്സുമാരുടെ കയ്യിലേക്കായിരിക്കും അല്ലെ പ്രിസ്ക്രിപ്ഷൻ എഴുതിങ്ങാണ്ട് കൊടുക്കൂലേ? ആ പ്രിസ്ക്രിപ്ഷന്റെ ഫയൽ കൊടുത്തിട്ടുണ്ടാവൂലേ? ഓർമ്മയുണ്ടാവും. ഞാൻ പറയണ അനുസരിച്ച് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ, ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഒരു ഡോക്ടർ വന്ന് പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യും? ആ ഡോക്ടർ ഓരോന്ന് ചോദിച്ചതിന് ശേഷം മരുന്നുകൾ എഴുതും ചാർട്ടില്. ഇതെന്ത് ചെയ്യും? ആ ചാർട്ട് നഴ്സിന് കൊടുത്ത് നഴ്സ് കൊണ്ടുപോയി അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് കൊടുത്ത് അവരതിന്റെ പ്രിന്റ് എടുത്ത് ഫാർമസിയിൽ കൊടുത്തു.
ആലോചിക്കണ്ട, ഇമാജിൻ ചെയ്യണ്ട. യെസ് മാം. എന്നിട്ട് എന്ത് ചെയ്യും, ആ പ്രിന്റഡ് ഷീറ്റ് നോക്കി ഞാനിട്ട് ആ ഡിസ്പെൻസിങ് ടേബിളിലേക്ക് നമ്മുടെ ഫാർമസിസ്റ്റുകള്, നമ്മുടെ സ്റ്റോറിലുള്ള ഫാർമസിസ്റ്റുകള് മരുന്നുകൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പെൻസ് ചെയ്യണ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും, മരുന്നുകൾ നോക്കിയതിനു ശേഷം ക്രോസ് ചെക്ക് ചെയ്യും. ആ മരുന്നുകൾ തന്നെയാണോ നോക്കിയതിനു ശേഷം അവരെന്ത് ചെയ്യും, ഓരോ ഫ്ലോറിലേക്കും പോരുന്ന ഓരോ ചാർട്ടുകളോ അതല്ലെങ്കിൽ ഓരോ ബോക്സിലേക്ക് എന്ത് ചെയ്യും, ഈ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ പ്രിന്റഡ് ഷീറ്റും ഈ മരുന്നുകളും വെക്കും. എന്നിട്ട് ആ മരുന്നുകൾ എന്ത് ചെയ്യും, എന്നിട്ട് ചിലപ്പോ എന്ത് ചെയ്യും, ലേബലിംഗ് വേണ്ടി വരും. ആ ലേബലിംഗ് കൂടിയും ചെയ്യും. അതിനുശേഷം ആ ഫ്ലോറിൽ ഏത് നഴ്സിനാണോ ഡ്യൂട്ടി അവർക്ക് ഇത് കൈമാറും. അപ്പൊ ആ കൈമാറി കഴിയുമ്പോൾ ആ നഴ്സ് എന്ത് ചെയ്യും, ആ മരുന്നുകളും പ്രിസ്ക്രിപ്ഷന്റെ ചാർട്ടും കൂടി ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യും. അതിനുശേഷം അവര് കൊണ്ടുവന്നിട്ട് ആ മരുന്ന് എന്ത് ചെയ്യും, പേഷ്യന്റിന് കൊടുക്കും. പേഷ്യന്റിന് കൊടുക്കുമ്പോ എങ്ങനെയാണ്, വേഗം കൊണ്ടൊന്നും പേഷ്യന്റിന് കൊടുക്കല്ല, അവർ ഉറപ്പ് വരുത്തും അവർക്ക് കൊടുത്തിരിക്കുന്ന ആ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന പേഷ്യന്റ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അതെങ്ങനെ ഉറപ്പ് വരുത്തണം, പേഷ്യന്റിന്റെ നെയിം, ID നമ്പർ, ബെഡ് നമ്പർ, പിന്നെ എന്ത് ചെയ്യും, ഡോസും ഡോസേജും നോക്കും. പിന്നെ രോഗിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് അവിടെ വെക്കേണ്ടതുണ്ടെങ്കിൽ അതും കൊടുക്കും. ക്ലിയർ ആയോ അത്? ക്ലിയർ. നെക്സ്റ്റ് ഫിനാൻസ്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഫാർമസിയിലേക്ക് പൈസ കിട്ടുന്നതും ഫാർമസിയിൽ നിന്ന് ചെലവാവുന്നതും? രണ്ടും ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ല ചെലവാവുന്നതും ഉണ്ട്. പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. അവരെ പ്രൈമറി ആയിട്ടുള്ളത് ആദ്യത്തേത് എങ്ങനെയാണ്? എല്ലാവരും മ്യൂട്ടാണോ? ക്ലാസ് മ്യൂട്ടാണോ എല്ലാവരുടെയും? മാഡം. എന്തെങ്കിലും സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും നെറ്റ് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. നെക്സ്റ്റ് ഫിനാൻസ് എങ്ങനെയാണെന്ന്. പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യന്റ്. എന്താണ് അവര് പ്രൈമറി? ആദ്യത്തേത് എങ്ങനെയാണ്, പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങി. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫാർമസി ചെന്നിങ്ങാട്ട് നമുക്ക് അവര് എഴുതി തരൂലേ, ആദ്യം തന്നെ ഒരു ബില്ല് അടക്കേണ്ടി വരും അല്ലേ? അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ അഡ്വാൻസ് അടക്കും. എന്നതിന് ശേഷം മാത്രമല്ലേ നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുള്ളൂ. അഡ്വാൻസ് പേയ്മെന്റ് നടത്തി ആ ബില്ല് നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം മാത്രമല്ലേ നമ്മൾ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അതെ. അതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യന്റ്. പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് പൈസ നേരിട്ട് വാങ്ങുക. ചാർജ് ഗോട്ട് ബൈ പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദി തേർഡ് പാർട്ടി. ഇപ്പൊ ചില സിറ്റുവേഷനിൽ പേഷ്യന്റിന് എന്താണ് നേരിട്ട് കൊണ്ടുവന്ന് പേയ്മെന്റ് അടക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, ഒരു തേർഡ് പാർട്ടി. എന്നാൽ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഫാമിലി, പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും, മകനോ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും കൊണ്ടുവന്ന് പൈസ കിട്ടുക. ക്ലിയർ അല്ലേ അത്? ക്ലിയർ അല്ലേ? പിന്നെ എന്താണ് ഇവർക്ക് റിസർച്ച് വർക്കിന് വേണ്ടി ഇവർക്ക് പൈസ ചെലവാവില്ലേ? മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞത് റിസർച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവര് മെഡിസിൻസ് നിർമ്മിക്കുന്നത്. അപ്പൊ റിസർച്ച് വർക്ക്. ഇൻവെസ്റ്റ്മെന്റ് എൻഡോമെന്റ് ഫണ്ട്സ്. The endowment funds are funded mainly through donation. The funds have specific policies that concern investment, withdrawal and usage of the funds. എന്താണ്, ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഈ ഫാർമസിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം, പൈസ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോ എന്താണ് ഡൊണേഷൻ ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുക. ചില ഹോസ്പിറ്റലിലേക്ക് ഡൊണേഷൻ ഒക്കെ നൽകില്ലേ?
സംഭാവന നൽകില്ലേ? അല്ലേ? മേഡം വിട്ടു പോകുന്നുണ്ട് ഇടയ്ക്ക്. അതാണ് മെയിൻലി the endowment funds are funded mainly through donations. The funds have specific policies that concern investment, withdrawal and the usage of funds. ഇതെന്താണ്? ഫണ്ടുകൾ നിക്ഷേപം, പിന്നെ എന്ത് ചെയ്യാ, അവർക്ക് എന്ത് ചെയ്യാൻ, നിക്ഷേപിക്കുകയും ചെയ്യാ, പിൻവലിക്കുകയും ചെയ്യാം. ഇപ്പൊ അവർക്ക് വേണ്ട അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഫണ്ട് നിക്ഷേപിക്കണ്ട എന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ, വിഡ്രോ ചെയ്യാ. പിന്നെ എന്ത് ചെയ്യാ, ഈ ഫണ്ടുകള് ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. ഗിഫ്റ്റ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്. ചിലർക്ക് ഇവർ എന്ത് ചെയ്യും, ചില ഹോസ്പിറ്റലിൽ ഈ ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, അവർക്കൊരു അഡ്വർടൈസ്മെന്റ്, ആ ഹോസ്പിറ്റലിന് ഒരു അഡ്വർടൈസ്മെന്റ് ആയി രോഗികൾക്ക് അതല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് അവിടുത്തെ ഡോക്ടേഴ്സിന് ഒരു പരിചയപ്പെടുത്തല്, അവർക്കൊരു ബിസിനസ് ട്രിപ്പ് കൂടിയാണ് അല്ലെ? അപ്പൊ എന്താണ് ഗിഫ്റ്റ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്, പൊതുപ്രവർത്തനങ്ങൾക്ക് ഉള്ള ചെലവ്, സമ്മാനങ്ങള്, അതല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, സംഭാവനകൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ ഫാർമസിയിലെ ഫണ്ടുകളുടെ ഫിനാൻസ് നടക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. മേഡം ഇടയ്ക്കൊന്നും കേട്ടില്ല, വിട്ടുപോയായിരുന്നു. ഏതാണ്? ആദ്യം പറഞ്ഞൊന്നും കേക്കത്തില്ലായിരുന്നു, വിട്ടുപോയായിരുന്നു. ഞാൻ ഹലോ വെക്കുന്നുണ്ട്, ഒന്നും കേക്കത്തില്ലായിരുന്നു. ഓക്കെ. പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യന്റ്. എന്താണ് ഈ ഫാർമസിയിലേക്ക് പ്രൈമറി മെയിൻ ആയിട്ട് പൈസ കിട്ടുന്നത് പേഷ്യന്റിനെ നിന്ന് നേരിട്ട് വാങ്ങുന്നതാണ്. നമ്മൊരു ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലില് ഫാർമസിയിൽ കൊണ്ടുവന്ന് പേയ്മെന്റ് നടത്തിയില്ലേ, നമ്മളോട് ഇത്ര രൂപ അഡ്വാൻസ് അടക്കാനൊക്കെ പറയും. അത് അടച്ച ആ ബില്ല് കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അതാണ് ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യന്റ്. ചാർജസ് ഗോട്ട് ബൈ പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദി തേർഡ് പാർട്ടി. ചില പേഷ്യന്റിന് എന്ത് ചെയ്യും, എന്തായിരിക്കും, അവരുടെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കും, അവർക്ക് നല്ലതല്ല, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒന്നുമില്ല പേഷ്യന്റിന്റെ മകനോ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും കൊണ്ടുവന്ന് പേഷ്യന്റിന്റെ പേയ്മെന്റ് എടുക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ പൈസ കളക്ട് ചെയ്യാം. റിസർച്ച് വർക്ക് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, എന്താ വെച്ചാൽ ഹോസ്പിറ്റലിലെ മരുന്നുകൾ കണ്ടുപിടിക്കാനായിട്ട് അവർ എന്ത് ചെയ്യും, റിസർച്ച് വർക്കുകളൊക്കെ നടത്തും, ഇല്ലേ, ഗവേഷണങ്ങളൊക്കെ നടത്തും. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, പൈസ ചെലവാവും. ഇൻവെസ്റ്റ്മെന്റ് എൻഡോമെന്റ് ഫണ്ട്സ് എന്താണ്, ഹോസ്പിറ്റലില് മെയിൻ ആയിട്ട് അവര് സംഭാവനകൾ സ്വീകരിക്കുന്നത് എന്താണ്, ഡൊണേഷൻ ത്രൂ ആണ്. ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നത് എന്താണ്, ഡൊണേഷൻ എന്ന് പറഞ്ഞായിരിക്കും, സംഭാവന എന്ന് പറഞ്ഞായിരിക്കും. അപ്പൊ ആ പാർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടാന്ന് തോന്നണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വിത്ഡ്രോ ചെയ്യാം. യൂസേജ് ഓഫ് ഫണ്ട്സ്, ഈ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഫാർമസിയിലെ കാര്യങ്ങൾ ഫണ്ടുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് മരുന്ന് ഇറക്കണം, അല്ലെങ്കിൽ ഫാർമസിയിൽ എന്തെങ്കിലും പുതിയ മെയിൻ്റെനൻസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും റിസർച്ച് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫണ്ട്സ് യൂസ് ചെയ്യാം. ഗിഫ്റ്റ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്, പൊതുപ്രവർത്തന ചെലവുകൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കും. ചില ഹോസ്പിറ്റലിലൊക്കെ എന്ത് ചെയ്യും, ഈ ക്യാമ്പുകളൊക്കെ നടത്തൂലേ, അല്ലേ, അതിനെന്ത് വേണം, ഡോക്ടറെ കൊണ്ട് ചെല്ലണം, ചിലർന്ന് ചില മെഡിസിൻസ് കൊടുക്കും. അപ്പൊ അതൊക്കെ എന്താണ്, ഈ ഹോസ്പിറ്റലിന് ചെലവാണ് അല്ലെ, ഫിനാൻസ് ഇറക്കേണ്ടി വരും. അതൊക്കെയാണ് ഗിഫ്റ്റ്സ് കോൺട്രിബ്യൂഷൻ. അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവന ചെയ്യുക, ഏതെങ്കിലും എവിടെയെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾക്കോ സംഭാവന ചെയ്യുക, അതിനുള്ളത് ഫിനാൻസ് അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോ എല്ലാവർക്കും ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ കൊടുത്താല് ക്ലിയർ ആവും, എന്ന് വെച്ചാൽ നല്ലോണം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയാണ് മലയാളത്തിലെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ.
ഇതിപ്പോ ക്ലിയർ ആയോ? ഓക്കെ മാം. യെസ് മാം. ക്ലിയർ ആയി. ഇൻപേഷ്യന്റ് Okay, ma'am. ഡിപ്പാർട്ട്മെന്റിലെ രോഗികൾക്ക് മരുന്ന് എങ്ങനെയാണ് കൊടുക്കുന്നത് അതിന്റെ പ്രൊസീജിയേഴ്സ് പഠിച്ചിപ്പോ ഫിനാൻസ് പഠിച്ചു. നെക്സ്റ്റ് പ്രോബ്ലംസ് ഓഫ് ഹലോ. ഹലോ കേൾക്കുന്നില്ലേ? ഇപ്പഴേ കേട്ടെ. മ്യൂട്ട് ചെയ്തോട്ടോ. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും ഫാർമസി സർവീസിൽ ഉണ്ടാവുന്നതെന്ന്? എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും പറയാമോ? എന്താ ഞാൻ ത്രെഡ്സ്, ഭീഷണികൾ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അവർക്ക് ത്രെഡ് ആയിട്ട്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോവാം. അപ്പൊ അവരെന്ത് ചെയ്യണം? പിന്നെ ആ മെഡിസിൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്പോസ് ചെയ്ത് കളയേണ്ടി വരും. ഷോർട്ടേജ് സ്റ്റോക്കിനനുസരിച്ച് ഷോർട്ടേജ് വരും. സ്റ്റോക്കിംഗ് എക്സ്പെൻസ് വരും ഇല്ലേ? പിന്നെ എന്താണ് അത്രേ ഉള്ളൂ പ്രോബ്ലംസ്. എടുക്കട്ടെ? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് എടുത്തു കളഞ്ഞ മരുന്നുകൾ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും ചില രോഗികൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ കണ്ണിന് കാഴ്ച പോകുക, അതല്ലെങ്കിൽ മരണം സംഭവിക്കുക, അതല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന് പാരലൈസ്, സ്ട്രോക്ക് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും ആ മെഡിസിൻസ് എന്ത് ചെയ്യും? വിപണിയിൽ നിന്ന് നിർത്തലാക്കും. അങ്ങനെ നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഫാർമസിയിൽ ആ മരുന്ന് അവർക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുമോ? സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ആ മരുന്നുകള് ആ ഫാർമസിയിൽ നിന്ന് തന്നെ അവർ ഒഴിവാക്കേണ്ടി വരും അല്ലേ? യെസ് മാഡം. അതാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ്. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരു കൺഫ്യൂഷൻ വരാം, രണ്ടും ഒന്നല്ലേ അല്ലേ? യെസ് മാഡം. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് എടുത്തു കളഞ്ഞ മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ. ക്ലിയർ ആയത്? ഓക്കെ മാഡം. ഇനി ക്യാരിയിങ് കോസ്റ്റ്. ക്യാരി ചെയ്യണം. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മരുന്നുകൾ കൊണ്ടുവരണമെങ്കിലൊക്കെ എന്താണ് അതിനൊരു കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാവും ഇല്ലേ? ഉണ്ട് മാഡം. അതാണ് ക്യാരിയിങ് കോസ്റ്റ്. ഷോർട്ടേജ് കോസ്റ്റ്. ഇപ്പൊ ചില മരുന്നുകൾ ആ ഫാർമസിയിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാല് ചിലപ്പോ അവർക്ക് ആ കറക്റ്റ് ടൈമിങ്ങിൽ ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ആ മരുന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ചിലപ്പോ അവർ കോസ്റ്റ് കൂടുതൽ കൊടുത്തുങ്ങാണ്ട് മരുന്നുകൾ വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അവർ ക്യാരിയിങ് കോസ്റ്റ് കൂടുതലാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ഷോർട്ടേജ് കോസ്റ്റ്. നെക്സ്റ്റ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. എന്താണ്? എലികളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ പാറ്റ അങ്ങനെയുള്ള ഇൻസെക്ട്സുകളൊക്കെ എന്ത് ചെയ്യാം? മരുന്നുകൾ നശിപ്പിച്ച് കളയുക. ഈ നമ്മൾ ചെതല് പിടിക്കുക എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? ചെതലടിച്ചു പോയി, ഈ ബുക്കൊക്കെ ചെതലടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ കണ്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? അതേപോലെ ചില ഷെൽഫിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തണുപ്പടിക്കും, അതൊക്കെ എന്ത് ചെയ്യും? ചെതല് പിടിക്കും. അതായത് ഉറുമ്പുകൾ അല്ലെ, അത് നശിപ്പിച്ച് കളയും. പിന്നെ അവർക്ക് ആ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് അത് നഷ്ടമല്ലേ? അതൊരു പ്രോബ്ലം അല്ലേ? പിന്നെ പിൽഫ്രേജ്. പിൽഫ്രേജ് എന്ന് പറഞ്ഞാല് തെഫ്റ്റ്, മോഷണങ്ങൾ, ചെറിയ മോഷണങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ഒക്കെ എന്താണ്? അങ്ങനെ മോഷണങ്ങൾ പോകാനുള്ള ചാൻസ് ഉള്ള മെഡിസിൻസ് ഒക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും കളവുകൾ സംഭവിക്കുക. ക്ലിയർ ആയോ അത്? യെസ് മാം. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസ് എന്തൊക്കെയാണ്? ക്യാരിയിങ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, പിന്നെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, എക്സ്പയറി ഡ്രഗ്സ്, പിന്നെ പിൽഫറേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. വിപണിയിൽ നിർത്തലാക്കിയ മരുന്നുകൾ. പിന്നെന്താ? ക്യാരിയിങ് കോസ്റ്റ്, മരുന്നുകൾ കൊണ്ടുവരുന്ന തരാനുള്ള ഒരു കോസ്റ്റ്.
ഷോർട്ടേജ് കോസ്റ്റ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ, അതൊക്കെ അവർ എന്ത് ചെയ്യണം? ഡിസ്പെൻസ് ചെയ്ത് കളയുന്ന വേണം. ഡിസ്പോസ് ചെയ്ത് കളയുന്ന വേണം. ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, ഇൻസെക്ട്സോ പാറ്റ അങ്ങനെയുള്ള ഇതുകൾ ഇതാക്കിയത്, അല്ലെങ്കിൽ എലി കരണ്ടതോ അല്ലെങ്കിൽ ചെതലരിച്ചതായ മരുന്നുകൾ ഒഴിവാക്കുക. പിൻഫ്രൈറ്റ്, ചെറിയ മോഷണങ്ങൾ, കളവുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ, മരുന്നുകൾ കളവ് പോയി കഴിഞ്ഞാല് അത് അവർക്കൊരു നഷ്ടമാണ് അല്ലെ, ത്രെട്ടാണ് അതൊക്കെ. ക്ലിയർ ആയോ ഇത്? പിൽഫറേജ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? നെക്സ്റ്റ്, റോൾ ഓഫ് ചീഫ് പിൽഫറേജിന്റെ മീനിങ് ഒന്ന് പറയാ. തെഫ്റ്റ്, കളവ്. ഓക്കെ. നെക്സ്റ്റ്, റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോള്, ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും ഒരു ചീഫ് ഫാർമസിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയായിരിക്കും? ആവശ്യമുള്ള മെഡിസിൻസ് കറക്റ്റ് സമയത്ത് പർച്ചേസ് ഓർഡർ കൊടുക്കാനും, പിന്നെ സ്റ്റോക്ക് ഉണ്ടോ നോക്കേണ്ടി വരും അല്ലേ? പിന്നെ ഇൻവെന്ററി കൺട്രോള്, പിന്നെ ഡിസിഷൻസ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആയിട്ടുള്ള ഡിസിഷൻസ് മേക്കിംഗ്, തീരുമാനങ്ങള് നടപ്പിലാക്കുക, നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ ക്വാളിറ്റി കൺട്രോളിങ് ചെയ്യേണ്ടി വരും. ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ, എന്തൊക്കെയായിരിക്കും ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടീസ്? പിന്നെ ഞാൻ എടുത്തു തരാം, ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോന്നറിയാൻ ചോദിച്ചത്. ഫാർമസിസ്റ്റിനൊക്കെ എന്താ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായിരിക്കും? ഇപ്പൊ ഒരു ഓഫീസിലായിരിക്കും പുതിയതായിട്ട് ഒരു ന്യൂ എംപ്ലോയി വന്ന് എന്ത് ചെയ്യും? ആരായിരിക്കും പറഞ്ഞു കൊടുക്കുക? സീനിയേഴ്സ് അല്ലെ, ഹെഡായിരിക്കും പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഫാർമസിസ്റ്റിന് ട്രെയിൻ ചെയ്യിക്കുക, ടീച്ചിങ് കൊടുക്കുക, ട്രെയിൻ ചെയ്യിക്കുക. പിന്നെ പേഷ്യൻസിനൊക്കെ ചിലർക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ, പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. പേഷ്യൻസ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതിലൊക്കെ കൊണ്ട് പറയുന്നത് ഇങ്ങനെ പറഞ്ഞല്ലോ. നോക്കന്നെ, ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ, ചികിത്സാ സമിതിയുടെ തീരുമാനങ്ങള് നല്ല രീതിയിൽ നടപ്പിലാക്കുക. പിന്നെ ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. മരുന്നുകള് വിതരണം ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക. കൂടാതെ എന്താണ്, ഫാർമസ്യൂട്ടിക്കൽസും ആയിട്ടുള്ള പ്രോഡക്ട്സും കെമിക്കൽസ് ആയിട്ടുള്ള സാധനങ്ങളും സെപ്പറേറ്റ് ഏരിയ തിരിച്ച് സൂക്ഷിക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. മെയിൻ്റെനൻസ് ഓഫ് എക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിബയോട്ടിക്സ്. എന്ത് ചെയ്യാം? നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതും പിന്നെ ആന്റിബയോട്ടിക്സ് ഒക്കെ കറക്റ്റ് അവർക്ക് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാം. അവർക്ക് ഓരോ നമ്പർ ഉണ്ടാവും, അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ ഡിസ്പെൻസിങ്, ആന്റിഡോട്ട്സ് ആണ്. ആന്റിഡോട്ട്സ്, എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ആന്റിഡോട്ട്സ് ആയിരിക്കില്ല കേട്ടോ, ആന്റിബയോട്ടിക്സ് ആയിരിക്കും. അത് കുറെ തിരുത്തലുകളുണ്ട് ഓരോന്നും. മെയിൻ്റെനൻസ് ഓഫ് എക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിബയോട്ടിക്സ്. നെക്സ്റ്റ്, ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഡിസ്പെൻസ് ചെയ്യുക, അത് കറക്റ്റ് അക്കൗണ്ടിങ്, അതിന്റെ കണക്കെടുപ്പ് എടുക്കുകയും ചെയ്യുക. ആ മരുന്നുകള് എത്രയുണ്ട് അങ്ങനെയുള്ള ഒരു കണക്കെടുപ്പ്. ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാല് ഈ നമ്മുടെ
ഫാർമസിയിൽ ഫ്ലൂയിഡ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് ട്രിപ്പ് ഇടൂലേ, പിന്നെ ആന്റിബയോട്ടിക്സ് അങ്ങനത്തെ ഫ്ലൂയിഡ് തരും, പിന്നെ ഈ പൊട്ടാസ്യം സോഡിയം കുറഞ്ഞവർക്കൊക്കെ ഫ്ലൂയിഡ് ഇടൂലേ, അങ്ങനെയുള്ള ഫ്ലൂയിഡ് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുക. സ്ക്രൂട്ടിനിറ്റി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്. എന്ത് ചെയ്യുക? സൂക്ഷ്മ പരിശോധന ചെയ്യുക. മരുന്നുകള് വേരിയസ് പോയിന്റ്സിൽ നിന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യുക. മരുന്നുകളുടെ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുക. പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെൻസ് ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഇന്ത്യന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് ഓരോ മരുന്നുകളും എത്ര അളവിൽ ഓർഡർ ചെയ്യണം, എങ്ങനെ വിതരണം ചെയ്യണം എന്നതിന്റെ ഒരു ഔദ്യോഗിക ഓർഡർ ആണ് ഇന്ത്യയുടെ. അതിന്റെ പ്രിപ്പറേഷൻ നടത്തുക, ഇഷ്യൂ ചെയ്യുക, ഏത് മെഡിസിൻസ് ആവശ്യമുണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസ്. പിന്നെ റെസിപ്റ്റ് വൗച്ചർ തയ്യാറാക്കുക. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി നമ്മൾ പറഞ്ഞു, ഓരോ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ഓർഡർ ചെയ്യുമ്പോഴും ഓരോ ഓർഡർ നമ്മൾ സ്വീകരിക്കും, അതിന്റെ ഒപ്പം ഒരു ഇൻവെന്ററി ഉണ്ടാവും. അത് കൺട്രോൾ ചെയ്യുക. ഒരു ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ ഓർഡർ ചെയ്ത സാധനം വന്നു കഴിഞ്ഞാല് അതിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്, എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, അതാണ് ഇൻവെന്ററിയിൽ എഴുതിയിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുക. മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജർ ആൻഡ് റെക്കോർഡ്. സ്റ്റോഴ്സിലെ കാര്യങ്ങള്, ലെഡ്ജർ, റെക്കോർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം. പല ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സും റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെന്ന്. സ്റ്റോക്ക് റെക്കോർഡ്സ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ചെയ്ത റെക്കോർഡ്സ് ഉണ്ട്, അങ്ങനെ ഓരോ റെക്കോർഡ്സും ലെഡ്ജേഴ്സും ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ മെയിൻ്റെനൻസ് ആർക്കാണ്? ഈ ചീഫ് ഫാർമസിസ്റ്റിനാണ്. മെയിൻ്റെനൻസ്. നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈ. എന്താണ്? ആ ഫാർമസിക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി സപ്ലൈ, ഇലക്ട്രിസിറ്റിയുടെ ഇത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മുടെ കോൾഡ് സ്റ്റോറേജ് ഏരിയയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ടാവും. അതെന്താ? ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇലക്ട്രിസിറ്റി കൺട്രോള്, ഇലക്ട്രിസിറ്റി സപ്ലൈ ശരിയായ രീതിയിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സ്ക്രൂട്ടിനിറ്റി ആൻഡ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, ഡ്രഗ്സിന്റെ സൂക്ഷ്മ പരിശോധന, കൂടാതെ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ ചെക്ക് ചെയ്യുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാം? മെഡിസിൻസിനെ പറ്റിയുള്ള ഒരു അറിവ് കൊടുക്കുക, ടീച്ചിങ്ങും. അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. എങ്ങനെയാണ് രോഗികളോട് പെരുമാറേണ്ടത്, അവർക്ക് എങ്ങനെയാണ് മെഡിസിൻസ് നമ്മുടെ ഫാർമസിയിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ്ങും ടീച്ചിങ്ങും കൊടുക്കുക. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസിയിലെ മരുന്നുകളുടെ ഉപയോഗ റിപ്പോർട്ട് തയ്യാറാക്കുക. ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകളുണ്ട്, അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, അതെന്തിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. പേഷ്യന്റ് എഡ്യൂക്കേഷൻ. പേഷ്യന്റിന് മരുന്നുകളെ കുറിച്ചുള്ള ഒരു അറിവ് കൊടുക്കുക. ഇതൊക്കെ ഡ്യൂട്ടീസ് ആണ് ചീഫ് ഫാർമസിസ്റ്റിന്റെ. ഇത് മനസ്സിലായോ? ഈ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കിയ ഒരു 2 മിനിറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നാർക്കോട്ടിക് ഡ്രഗ്സ് ഒന്ന് പറഞ്ഞുതരുമോ എന്തെന്നാന്നുള്ള? നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഈ പെയിൻ റിലീഫിന് അല്ലെങ്കിൽ സെഡേഷന് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു നാർക്കോട്ടിക് ഡ്രഗ്സ്. ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, ഏതൊക്കെ ടൈപ്സ്? അപ്പൊ ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്. നാർക്കോട്ടിക് ഡ്രഗ്സ് എങ്ങനെ സൂക്ഷിക്കണം? ഒരു സ്റ്റോർ ചെയ്യണം. എങ്ങനെയായിരിക്കണം? ലോക്ക് ആൻഡ് കീ. അതായത് നമ്മൾ ലോക്ക് ചെയ്ത് ആണ് സൂക്ഷിക്കുന്നത്. കബോർഡിലോ അതല്ലെങ്കിൽ ഷെൽഫിലൊക്കെ എന്ത് ചെയ്യാം? ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ്. ഈ മോർഫിനും പെത്തഡിനൊക്കെ നമ്മൾ പെയിൻ റിലീഫിനൊക്കെ ഉപയോഗിക്കൂലേ? ഈ ക്യാൻസർ പേഷ്യന്റിനൊക്കെ പെയിൻ റിലീഫിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ. പിന്നെ ബാർബിറ്റുറേറ്റ്സ് എന്ന് പറഞ്ഞാല് സെഡേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന മരുന്നാണ്. ക്ലിയർ ആയതാണ്? ഓക്കെ.
ഈ ആന്റിഡോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ആന്റിഡോട്ട്സ് അല്ല, അത് ആന്റിബയോട്ടിക്സ് ആണ്. തിരുത്തിക്കോ. പീരിയോഡിക് യൂട്ടിലൈസേഷൻ ഒന്ന് പറഞ്ഞുതരുമോ? പീരിയോഡിക് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഫാർമസിയിലെ മരുന്നുകൾ ഉപയോഗിക്കൂലേ? ഓരോ മരുന്നുകളുടെ ഉപയോഗം വ്യത്യസ്തമായിരിക്കില്ലേ? അതിന്റെ അങ്ങനെയുള്ള മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്. എത്ര ഡോസേജിൽ ഉപയോഗിക്കണം, ഏത് ഡിസീസിനാണ് ആ മരുന്ന് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ളൊരു റിപ്പോർട്ട്. ഇൻവെന്ററി കൺട്രോൾ ആന്റിഡോട്ട്സ് എന്താ പറഞ്ഞത്? അത് ആന്റിബയോട്ടിക്സ് ആണ്. ഇൻവെന്ററി കൺട്രോൾ. പിന്നെ ആന്റിഡോട്ട്സ് ഉണ്ട്, ആന്റിബയോട്ടിക്സ് ഉണ്ട്. നമുക്കിപ്പോ ഇതിൽ ആന്റിഡോട്ട്സ് ആണ് തന്നിരിക്കുന്നത്. ഈ ആന്റിബയോട്ടിക്സ് ഒന്നും പറയാട്ടോ. ഈ റിയാക്ഷൻ ഒക്കെ സംഭവിച്ചാല് അത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ആന്റിഡോട്ട്സ് ഒന്നും പറയാറ്. ഞാൻ തിരുത്തി ആന്റിബയോട്ടിക്സ് ആക്കിയിട്ടുണ്ട്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം. ഇൻവെന്ററി ഇപ്പൊ നമ്മൾ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഇൻവെന്ററി ഉണ്ടാവും. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ ഏതൊക്കെ ക്വാണ്ടിറ്റിയോ എത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ, ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഇൻവെന്ററി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ വേരിയസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാല് ഫാർമസിയിൽ എന്താണ് ഉണ്ടാവും? നമുക്ക് ഈ ട്രിപ്പ് ഇടാനുള്ള മരുന്നുകളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എന്താണ്? ഫ്ലൂയിഡ് അല്ലേ? ഫ്ലൂയിഡ്സ് ആണോ? ലിക്വിഡ് പോലെയുള്ള സാധനങ്ങളെയാണ് നമ്മ ഫ്ലൂയിഡ് പറയുന്നത്. ലിക്വിഡ് പോലെയുള്ള മരുന്നുകളെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ. ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഉണ്ടാവും ചില ഫ്ലൂയിഡ് രൂപത്തില്. കേട്ടിട്ടില്ലേ? ട്രിപ്പിന്റെ ഇതില്. പിന്നെ എന്താ ഈ സോഡിയം കുറയൂലേ പേഷ്യന്റ്, അവർക്ക് സോഡിയം ലിക്വിഡ് രൂപത്തിൽ കേട്ടുന്ന കണ്ടിട്ടില്ലേ? സ്ക്രൂട്ടിനിറ്റി എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. ക്ലിയർ ആയത്? യെസ് മാഡം. അപ്പൊ നമ്മുടെ ഫാർമസി എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു ഇന്നത്തോടുകൂടി. ഫാർമസിയിൽ അപ്പൊ നമ്മ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചേ? ജസ്റ്റ് ആദ്യം തന്നെ ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു അല്ലേ? ഫാർമസിയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഫാർമസി എന്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മ എന്ത് പഠിച്ചു? ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ട് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാർമസി. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഓഫീസ് ചീഫിന്റെ റൂം എവിടെ ആയിരിക്കണം, കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം, പിന്നെ സ്റ്റോർ റൂം എവിടെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. നെക്സ്റ്റ് എക്യുപ്മെന്റ്സ്. ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ ടൈപ്പ് എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ വേണം.
നെക്സ്റ്റ് എന്താണ്, ഒരു ഫാർമസിസ്റ്റ്, ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റുകളെ എണ്ണം തീരുമാനിക്കുന്നത് അവിടുത്തെ ബെഡ് സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഓരോ ബെഡ് സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റ് ഉണ്ട് എന്നതിനെ കുറിച്ച്. നെക്സ്റ്റ്, തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, അതിന്റെ ചെയർമാൻ ആരാണ്, അങ്ങനെയാ അത്. പിന്നെന്താണ് ഫങ്ഷൻസ് ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി, പിന്നെ ഇന്റൻഡിങ് ഓഫ് ഡ്രഗ് ലിസ്റ്റിന്റെ ഇന്റൻഡിങ് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, പിന്നെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ റെക്കോർഡ്സും രജിസ്റ്റേഴ്സും സൂക്ഷിച്ചിട്ടുണ്ടാവും, പിന്നെ ഏതൊക്കെ ടൈപ്സ് മെഡിസിൻസ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉള്ളത്, ആ ഓരോ ടൈപ്പ് മെഡിസിൻസും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ്, IPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിന് മരുന്നുകൾ കൊടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർക്ക് വാർഡിലേക്കോ അതല്ലെങ്കിൽ റൂമിലേക്കോ മെഡിസിൻസ് എത്തിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഫിനാൻസ്, ഏതൊക്കെ രീതിയിലാണ് ഫാർമസിയിലും ഫിനാൻസ് അവർക്ക് ലഭിക്കുന്നതും അവർ ചെലവാക്കുന്നതും. പിന്നെ ഒരു ഫാർമസിയിൽ എന്തൊക്കെ ത്രെഡ്സ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത്, അവിടെ മെഡിസിൻസ് എങ്ങനെയൊക്കെയാണ് നശിക്കുന്നത് എന്നതിനെ കുറിച്ച്. നെക്സ്റ്റ്, ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോള് എന്തായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ചീഫ് ഫാർമസിസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഉത്തരവാദിത്തങ്ങള്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇനി ജസ്റ്റ് നിങ്ങൾ എല്ലാം ഇത് എല്ലാവരുടെ അടുത്തും പ്രിന്റഡ് കോപ്പി ഉണ്ടോ, പ്രിന്റ് ഉണ്ടോ? ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് നോക്കിയിട്ട് വീഡിയോ ക്ലാസ്സും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം ആ ഡൗട്ട്സ് ഉള്ള ഭാഗം. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമാനം പറയണ്ടേ, ഇത് ഇന്ന് അറിഞ്ഞില്ല എന്ന് പറയണ്ട. നമ്മൾ ഏതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നത്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ചാപ്റ്റർ ഏതാ മാം? ഓ, ചാപ്റ്റർ നമ്പർ ചാപ്റ്റർ 6 ആണെന്ന് തോന്നുന്നു. ചാപ്റ്റർ 6 ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ഓക്കെ മാം. ഇതൊന്ന് വായിച്ചു നോക്കിക്കോ കുറച്ച്, ജസ്റ്റ് ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടീസ്. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ക്ലിയർ ആയില്ല? ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ ചോദിച്ചു. മിസ്സേ, പിന്നെ നമുക്ക് ഈ ഫാർമസി എന്നുള്ള പാഠത്തില് നമുക്ക് ടെക്സ്റ്റ് പേപ്പർ പോലെ കുറച്ച് ചോദ്യങ്ങൾ വന്നില്ലായിരുന്നോ? അപ്പൊ നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരെണ്ണം ഇതുപോലെ ഒന്ന് ഇടുവോ? നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കാണുമല്ലോ, അതോ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല, നിങ്ങൾക്ക് ഈ PDF എന്തായാലും പഠിക്കണം. ജസ്റ്റ് ഇപ്പൊ ഓരോ ഭാഗത്തുനിന്ന് എത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലിയർ ആയി അറിയാനാണ് ഓരോ ദിവസവും നമ്മ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നത്. അത് മനസ്സിലായി മാഡം. അപ്പഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ചോദ്യം ഉൾപ്പെടുത്തി
ഒരെണ്ണം ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ. പ്രധാനപ്പെട്ടതായിട്ടേ കുറച്ചൊരു 10 ചോദ്യം. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ശരി മിസ്സേ, ശരി. ഓക്കെ എന്നാ. ഓക്കെ, താങ്ക്സ്. താങ്ക് യു മാം. താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം. 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 താങ്ക് യു മാം.